ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തേൻനിലാവ് 1ാം ക്ലാസ്സിലെ തേൻനിലാവിലെ 8ാമത്തെ പാഠം തഹീർ കൽബി. എൻ്റെ കൽബിനെ ശുദ്ധീകരിക്കണമേ എന്നാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം. ഷിഹാബ് തല മറച്ചു, കാലിൽ ചെരിപ്പ് ധരിച്ചു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലി ശേഷം ഇടതുകാൽ വെച്ച് ടോയ്ലറ്റിൽ കയറി. അപ്പോൾ എന്താണ് ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ തല മറക്കണം, തല മറക്കുക, അതായത് തൊപ്പി ധരിക്കുക. ഓക്കെ, സ്ത്രീകൾ തട്ടം ധരിക്കുക, പുരുഷന്മാർ തൊപ്പി ധരിക്കുക. അപ്പോൾ അങ്ങനെ തല മറക്കുക. അവിടെ ഷിഹാബ് തല മറച്ചു. കാലിൽ ചെരുപ്പ് ധരിക്കുക, ചെരുപ്പ് ധരിച്ചിട്ട് വേണം ടോയ്ലറ്റിൽ പോവാൻ. പിന്നെ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന ദിക്ർ ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലണം. എന്നിട്ട് ഇടതുകാൽ വെച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത്. ഇടതുകാൽ വെച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത്. ഏത് കാൽ വെച്ചാണ്? ഇടതുകാൽ. ഇനി വിസർജനം കഴിഞ്ഞ് ഇടത് കൈ കൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഇടതു കൈ കൊണ്ടാണ് വിസർജനം കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കേണ്ടത്. വലതുകാൽ വെച്ച് പുറത്തിറങ്ങി ശേഷം ദിക്ർ ചൊല്ലി. അപ്പോൾ ഇവിടെ നമുക്ക് 2 ദിക്ർ വരുന്നുണ്ട്. അതിൽ പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അടുത്ത ഈ 2 എന്നിട്ടുള്ള ഈ ദിക്ർ വിസർജനം കഴിഞ്ഞ് ഇടതു കൈകൊണ്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ചൊല്ലേണ്ട ദിക്റാണ് അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്നത്. അപ്പോൾ അത് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിസർജനം കഴിഞ്ഞ് കഴുകിയതിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ. അപ്പോൾ അതെല്ലാം പഠിക്കട്ടെ. അതും നമുക്ക് ഹർക്കത്തുകളൊക്കെ നൽകി വിട്ട ഭാഗം പൂർത്തിയാക്കാനൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വരും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ആക്ടിവിറ്റി എന്താണ് നമുക്ക് പറഞ്ഞു പഠിക്കാൻ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അപ്പോൾ ഈ 3 ദിക്റും പഠിക്കുക. അതിവിടെ നമുക്ക് വിട്ട ഭാഗം പൂർത്തിയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ പൂർത്തിയാക്കി കൊടുക്കുക. ഇനി നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വന്നത്. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്? ടോയ്ലറ്റിൽ കടക്കുന്നതിന് മുമ്പ് ഷിഹാബ് എന്തൊക്കെ ചെയ്തു? എന്തൊക്കെയാണ് ഷിഹാബ് ചെയ്തത്? ഷിഹാബ് തല മറച്ചു, കാലിൽ ചെരുപ്പ് ധരിച്ചു, ഇടതുകാൽ വെച്ച് ദിക്ർ ചൊല്ലി കയറി. മനസ്സിലായില്ല? അങ്ങനെ പറയാട്ടാ. ഷിഹാബ് തല മറച്ചു, കാലിൽ ചെരുപ്പ് ധരിച്ചു, ഇടതുകാൽ വെച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ട് ടോയ്ലറ്റിലേക്ക് കയറി. അടുത്തത് ടോയ്ലറ്റിൽ കടക്കുന്നതിന് മുമ്പ് ഷിഹാബ് എന്ത് ചൊല്ലി? എന്താ ചൊല്ലിയത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അപ്പോൾ അത് പഠിക്കുക. നമുക്ക് എക്സാമിന് അതേപോലെ ചോദ്യം വരും. ടോയ്ലറ്റിൽ കടക്കുന്നതിന് മുമ്പ് എന്ത് ചൊല്ലി ചോദിച്ചാൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അടുത്ത ചോദ്യം വരുന്നത് വിസർജന ശേഷം എന്തു ചെയ്തു എന്നാണ്. അപ്പോൾ അതായത് വിസർജനം കഴിഞ്ഞു, ഇടത് കൈകൊണ്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ശേഷം ഈ ദിക്ർ ചൊല്ലി. അങ്ങനെ പറഞ്ഞു പഠിക്കട്ടോ. വിസർജനം കഴിഞ്ഞു, ഇടത് കൈകൊണ്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ശേഷം അല്ലാഹുമ്മ തഹീർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന ദിക്ർ ചൊല്ലി. അങ്ങനെ പറഞ്ഞ് പഠിക്കുക. നമുക്ക് എക്സാമിന് പറഞ്ഞു കൊടുക്കാനാണല്ലോ വരല്ലേ. അപ്പം ഞാൻ എഴുതാന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇടയിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക, പറഞ്ഞു പഠിക്കട്ടെ എല്ലാവരും. അടുത്തത് ഏത് കാൽ വെച്ചാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത്? ഏത് കാൽ വെച്ചാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത്? ഇടത് കാല്. ഏത് കാൽ വെച്ചാണ് ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്? വലത് കാല്. അപ്പോൾ കയറേണ്ടത് ഇടത് കാൽ കൊണ്ടും പുറത്തിറങ്ങേണ്ടത് വലത് കാൽ കൊണ്ടും.
മനസ്സിലാക്കട്ടാ. എല്ലാ നല്ല സ്ഥലത്തേക്കും വലതുകാൽ വെച്ചും എല്ലാ ചീത്ത സ്ഥലത്തേക്കും ഇടതുകാൽ വെച്ചുമാണ് കയറേണ്ടത്. മനസ്സിലാക്കുക. ഇനി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചൊല്ലേണ്ട ദിക്ർ, പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ട ദിക്ർ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അപ്പോൾ അത് ടോയ്ലറ്റിലേക്ക് കയറുമ്പം ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇത് വിസർജനം കഴിഞ്ഞ് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം. അപ്പോൾ അത് ഓരോന്നും ഏത് സമയമാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞ് പഠിക്കാൻ. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഇടതുകാൽ വെച്ചാണ് കയറേണ്ടത്, പുറത്ത് വലതുകാൽ വെച്ചാണ്, ഒക്കെ ഇവിടെ നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കട്ടോ. എഴുതാൻ വരൂല, എന്നാലും പഠിക്കുക. ഇത് ഈ ദിക്റുകളൊക്കെ നമുക്ക് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. ഏതെങ്കിലും ഭാഗം അൽഹംദുലില്ലാ, പിന്നെ വഹസ്സിൻ, അങ്ങനത്തെ ചെറിയ വേർഡ്സൊക്കെ വിട്ടഭാഗം തന്നാൽ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. അപ്പോൾ അത് എഴുതുക, ഹർക്കത്തുകൾ ഇടാനും പഠിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് 8ാമത്തെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.